ബേസ് ക്യാമ്പിന് മുന്നിൽ ജനങ്ങളുടെ പ്രതിഷേധം നടക്കുന്നു. അതിനുള്ളിൽ ഒരു യോഗം നടക്കുന്നുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്നത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, ഞാൻ അല്പസമയം മുമ്പ് ചോദിച്ച കാര്യം തന്നെയാണ്. ഒരു യോഗം നടക്കുന്നുണ്ട്, അതിൽ എന്താണ് ചർച്ച ചെയ്യുന്നത്, അതിലുടലെടുത്ത തീരുമാനങ്ങൾ എന്താണ് എന്ന് അറിയാൻ അവകാശമുള്ള ആൾക്കാർ മുന്നിൽ നിൽക്കുന്നുണ്ട്. അവരാണ് പ്രതിഷേധവുമായി എത്തുന്നത്. എന്തുകൊണ്ട് അവരെ കാര്യങ്ങൾ അറിയിക്കുന്നില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അരുൺ സക്കറിയ ഇവിടെ എത്തിയത് അല്പസമയം മുമ്പാണ്. ഈ യോഗം കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളോട് ഇന്ന് അവർക്ക് എടുക്കാവുന്ന തീരുമാനങ്ങൾ കഴിയുമെന്നാണ് നമ്മൾ. ആരാണ് കളക്ടർ പറയും മുടക്കിയെന്നുള്ളത് പഠിക്കണം. അത് നിങ്ങൾ മാധ്യമക്കാർ പഠിച്ചു നോക്കുന്നത് അത്യാവശ്യ ഘടകമാണ്. കളക്ടർ വരില്ല. ഇപ്പോഴും സൈലന്റാ. ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും സൈലന്റാ. എന്തുകൊണ്ടാ കളക്ടർ വരില്ല എന്നതിന് ഏക തെളിവ് അവർ സൈലന്റ് ആയിട്ട് നിൽക്കുന്നതാണ്. താമസിക്കുന്നവരോ പ്രശ്നങ്ങൾ മനസ്സിലായിക്കൊണ്ടേയിരിക്കും. കളക്ടർ വരാൻ സമയം താമസിക്കുന്നതിനനുസരിച്ച് ഇവിടെ പ്രശ്നം മനസ്സിലായിക്കൊണ്ടേയിരിക്കും. കളക്ടർ വേഗം വന്നാൽ കളക്ടർക്ക് നല്ലത്. ഇല്ല കളക്ടർ കാല് കഴിഞ്ഞാൽ അടിച്ചോടിക്കൂ. ഉറപ്പില്ല. അതിലാരും എന്ത് കാട്ടിയാലും ഇല്ല. ഞങ്ങൾക്ക് ഞാളിപ്പോഴത്തെ ഒരു പെണ്ണാണ് പോയി കിടക്കുന്നത്. ഒരു കുടുംബമാണ്, ഒരു മനുഷ്യനാണ്, ചോര നീരുള്ള ഒരു പെണ്ണാണ് പോയി കിടക്കുന്നത്. അത് കുയിലെത്തി. എന്നിട്ട് ഇവർക്ക് വരാൻ പറ്റൂല. വേരണം ഇവിടെ വരുത്തിക്കണം. മർദ്ദിച്ചില്ലെങ്കിൽ അതിനൊരു പരിഹാരം ഞാളുണ്ടാക്കും. രാധയുടെ മരണം അത് അവരെ അത്രത്തോളം വേദനിപ്പിച്ചതാണ്. അതാണ് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ കൂട്ടത്തിൽ നിന്ന് രാധ എന്നൊരു സ്ത്രീ മരണപ്പെട്ടു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു ഉറപ്പ് തരാൻ, ഞങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കാൻ എന്തുകൊണ്ട് കളക്ടർ ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല? അതാണ് അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 3 മണിക്ക് എത്തുമെന്ന് പറഞ്ഞതാണ്. പക്ഷെ 4 മണി കഴിഞ്ഞിട്ടും സബ് കളക്ടർ ഇങ്ങോട്ടേക്ക് എത്താതായതോടെയാണ് ഈ ജനരോഷം അണപൊട്ടി. അത് ബേസ് ക്യാമ്പിന്റെ വരാന്തയിലേക്ക് കയറി അവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ട് വാക്കേറ്റത്തിലും തർക്കത്തിലുമൊക്കെ ഏർപ്പെടുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോയത്. ഇപ്പോൾ ഈ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ ഇതിനകത്ത് DFOയും അതുപോലെ തന്നെ CCF ദീപയുമായിട്ടൊക്കെയുള്ള ഒരു ചർച്ച അകത്ത് നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും അതിൽ പറയുന്ന ഒരു കാര്യം, അതായത് ഈ മയക്കുവെടി, അതായത് കടുവയെ കൂട്ടിലേക്ക് എത്തിച്ച് ആകർഷിച്ച് പിടികൂടാൻ സാധിച്ചില്ലെങ്കിൽ മയക്കുവെടി വെക്കുക എന്നൊരു അടുത്ത ദൗത്യമുണ്ട്. ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിലേക്ക് എത്തണമെങ്കിൽ പോലും ഇത് ഏത് ഡാറ്റാബേസിലുള്ള കടുവയാണ്, ആ കടുവയെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനു വേണ്ടിയിട്ട് ഈ കടുവയുടെ ചിത്രം കയ്യിലുണ്ടെങ്കിൽ ആ ചിത്രം ഇവരുടെ ഡാറ്റാബേസിലുള്ള ഓരോ ഡാറ്റാബേസിലുമുള്ള രേഖകൾ, ഓരോ ഡാറ്റാബേസിലും വിവരങ്ങൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി മാനുവലായി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഇത് ഏത് ഡാറ്റാബേസിലുള്ള കടുവയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനുശേഷം മാത്രമേ ഒരു പക്ഷേ കടുവയുടെ സാന്നിധ്യം കടുവയെ കണ്ടെത്തിയാൽ ഒരുപക്ഷെ മയക്കുവെടി വയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുക. ഇവർ പ്രധാനമായിട്ടും പ്രതിഷേധക്കാർ ഇന്ന് രാവിലെ മുതൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, നിങ്ങൾ കടുവയെ കണ്ടെത്തി കൂട്ടിലടച്ചാൽ പോലും, കൂട്ടിലേക്ക് എത്തിച്ചാൽ പോലും അതിനെ വെടിവെച്ച് കൊല്ലണം. അങ്ങനെ ഒരു ഉത്തരവിലെ ഒരു വ്യക്തത നിങ്ങൾക്ക് അങ്ങനെ വരുത്താൻ പറ്റുമോ എന്ന കാര്യം DFOയോട് പലതവണ ചോദിച്ചതാണ്. ആ സമയത്ത് DFO ഇവരോട് പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത്, തണ്ണീർക്കൊമ്പൻ സമയത്ത് ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ അതിലെല്ലാം പ്രതിയായവരാണ് ഞങ്ങളെന്ന ഒരു കാര്യമായിരുന്നു മുന്നോട്ട് വെച്ചത്. ഒരു ഉത്തരവിലെ വ്യക്തത ചോദിക്കുമ്പോൾ അതിൽ ഈ മാനദണ്ഡങ്ങൾ ഉള്ള സമയത്ത് തന്നെ ഈ മാനദണ്ഡങ്ങൾക്കപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന രൂപത്തിൽ തന്നെയായിരുന്നു അവരുടെ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന മറുപടി. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഉന്നതതല സംഘം ഇങ്ങോട്ടേക്ക് എത്തണം, സബ് കളക്ടർ അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തണം, ജനങ്ങളോട് സംസാരിക്കണമെന്നൊരു കാര്യമൊക്കെ ആവശ്യമുന്നയിക്കുന്നത്. പക്ഷെ അവർ 3 മണിക്ക് എത്തുമെന്നായിരുന്നു അവർ ധരിച്ചിരുന്നത്. 4 മണിയായിട്ടും സബ് കളക്ടറെ കാണാതായതോടെയാണ് ബേസ് ക്യാമ്പിന്റെ വരാന്തയിലേക്ക് കയറി വലിയ രീതിയിലുള്ള ജനരോഷം അണപൊട്ടിയത്, വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും ആ പ്രതിഷേധം ഇപ്പോഴും ഇവിടെ തുടരുകയുമാണ്. സന്ധ്യ. ശരി ഇംതിയാസ്, എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവിടെ ബേസ് ക്യാമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 മണിക്ക് തുടങ്ങിയ യോഗത്തിൽ സബ് കളക്ടർ പങ്കെടുക്കാൻ എത്തിയില്ല. ഇനി കളക്ടർ തന്നെ നേരിട്ട് എത്തണം എന്ന ആവശ്യമാണ് അവിടെ നിന്ന് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അവരുടെ ആശങ്ക അത്രത്തോളമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ നിന്ന് പ്രതിഷേധിക്കുകയാണ് ഒരു കൂട്ടം മനുഷ്യർ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെയുള്ള ഒരാളാണ് അവർക്ക് നഷ്ടമായത്. ഇവരുടെ ജീവനിലും ഇവർക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ കടുവയെ പിടികൂടി വെടിവെച്ച് കൊല്ലണം എന്നൊരാവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. എന്നാൽ ഉത്തരവ് മറികടക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിലാണ് DFO ഉള്ളത്. പക്ഷേ എന്ത് പറഞ്ഞാണ് ഈ നാട്ടുകാരെ അനുനയിപ്പിക്കേണ്ടത് എന്നൊരു ധാരണ പോലും അധികൃതർക്കില്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സബ് കളക്ടർ അവിടെ എത്തിയില്ല. കളക്ടർ നേരിട്ടെത്തണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം.
ഇത്രയും നേരമായിട്ടും കളക്ടർ അവർക്ക് മുന്നിലേക്ക് എത്തിയില്ല. നോക്കൂ, 5 മിനിറ്റ് സമയം കൂടി ഞങ്ങൾ നൽകും. കളക്ടർ നേരിട്ട് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന രീതിയിലല്ല ഇനി കാര്യങ്ങൾ പോകാൻ പോകുന്നത് എന്നാണ് ഒരു സ്ത്രീ അവിടെ നിന്ന് പറയാം. അത്രത്തോളം ജനങ്ങൾ ദേഷ്യത്തിലാണ്. കാരണം മറ്റൊന്ന്, അവിടെ നടക്കുന്ന യോഗത്തെക്കുറിച്ച് ഒരു വിവരങ്ങൾ പോലും അവർക്ക് മുന്നിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ആ പ്രതിഷേധം വലിയ രീതിയിൽ അറിയിക്കുകയാണ്. ബേസ് ക്യാമ്പിന്റെ വരാന്തയിലേക്ക് കയറിപ്പോലും ജനങ്ങൾ പ്രതിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോകാതിരിക്കാനുള്ള നടപടികളിലേക്ക് കൂടി ഇനി പോകേണ്ടതുണ്ട്. അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുക കൂടി വേണം.